തിരുവനന്തപുരം കിളിമാനൂരിൽ ഹരികുമാറിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. മകൻ ആദിത്യ കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദിത്യയുടെ മർദ്ദനമേറ്റാണ് ഹരികുമാർ മരിച്ചതെന്ന് വിവരം. അർജുൻ രാജുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, വീണ്ടും ഒരു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം. അച്ഛൻ മരിച്ചിരിക്കുന്നു, കൊന്നത് മകനെന്നും പറയുന്നു. വിവരങ്ങൾ. ശ്യാമിനി, കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ മകന്റെ മർദ്ദനമേറ്റ് മകൻ അമ്മയെ വെട്ടിക്കൊന്ന വാർത്ത നമ്മൾ കേട്ടത്. അതിന് സമാനമായ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചിരിക്കുകയാണ്. കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ഹരികുമാറാണ് മരിച്ചിരിക്കുന്നത്. ഈ കേസിൽ മകൻ ആദിത്യ കൃഷ്ണയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പണം ആവശ്യപ്പെട്ടുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കവും പിന്നീട് കയ്യാങ്കളിയും ഉണ്ടായി. ഈ സമയത്ത് മകൻ അച്ഛനെ മർദ്ദിക്കുകയായിരുന്നു. ഈ മകന്റെ മർദ്ദനത്തിൽ ഇയാൾ തലയിടിച്ച് വീഴുകയും ഈ തലക്കേറ്റ ക്ഷതമാണ് ഇപ്പോൾ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ആദിത്യ കൃഷ്ണയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 24 വയസ്സാണ് ആദിത്യ കൃഷ്ണയുടെ പ്രായം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ പോലീസ് ഇപ്പോൾ ആദിത്യ കൃഷ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ മാസം 15-ാം തീയതിയാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹരികുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. നില ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് ഹരികുമാറിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹരികുമാറിന്റെ ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് മകനെ ആദ്യം കസ്റ്റഡിയിലെടുത്തിരുന്നത്. പക്ഷേ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് മരണകാരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആദിത്യ കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ, ഈ മരണം എങ്ങനെയാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്? അതിലേക്ക് നയിച്ച നിർണായകമായ തെളിവുകൾ എന്തൊക്കെയായിരുന്നു? ശ്യാമിനി, 15-ാം തീയതി വാഹനാപകടത്തിൽ പരിക്കേറ്റു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് പോലീസിന് നൽകിയ ആശുപത്രി അധികൃതരോട് നൽകിയ മൊഴിയിലും ഇക്കാര്യം താൻ വാഹനാപകടത്തിലാണ് പരിക്കേറ്റതെന്നാണ് ഹരികുമാർ പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് കുടുംബം ഒരു പരാതിയുമായി രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ ബന്ധു നൽകിയ പരാതി എന്ന് പറയുന്നത് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. മകൻ ലഹരിക്ക് അടിമയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണം സ്വാഭാവിക മരണമല്ല, ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഹരികുമാറിന്റെ ബന്ധു പോലീസിൽ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ആദിത്യ കൃഷ്ണയെ പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട്, പങ്കുണ്ടെന്ന് കണ്ടെത്തി പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. പോലീസ് കാത്തിരുന്നത് ഇതിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനായിരുന്നു. ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റതോ അല്ലെങ്കിൽ ക്ഷതമേറ്റതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൊലപാതകം സ്ഥിരീകരിക്കാമെന്ന് പോലീസിന് ഉറപ്പായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരുന്നത്. ആ റിപ്പോർട്ടിലാണ് തലക്കേറ്റ ക്ഷതമാണ് ഈ മരണകാരണമെന്ന് തെളിഞ്ഞത്. മാത്രമല്ല ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മർദ്ദനത്തിനിടെ തലയിടിച്ചാണ് ഹരികുമാർ വീണത്. ഈ തലക്കേറ്റ ക്ഷതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. തുടർന്നാണ് സാഹചര്യ തെളിവുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് മകന്റെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കൊലപാതകം പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തെ തുടർന്നുണ്ടായിട്ടുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മകന് ലഹരി, ഈ ആദിത്യ കൃഷ്ണ ലഹരിക്ക് അടിമയാണ്. ലഹരി ഉപയോഗത്തിനായി ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടുകാരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതാണെന്ന് ബന്ധുക്കൾ നൽകിയ പരാതി കൂടിയുണ്ട്. അതാണ് ഈ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അർജുൻ സൂചിപ്പിച്ചതുപോലെ ആദിത്യ ലഹരി ഉപയോഗിക്കുന്ന ആളെന്ന് പോലീസ് പറയുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്നതിന് ആവശ്യമായ പണം ചോദിച്ച് അച്ഛനുമായി വഴക്കിടാറുണ്ടായിരുന്നു. അങ്ങനെയാണോ ഇത്തരമൊരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്? എന്താണ് അത് സംബന്ധിച്ച് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്യാമിനി, ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിക്കുന്ന സൂചന ഇത് സ്വാഭാവികമായിട്ടുള്ള മരണമെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നു. കാരണം ഹരികുമാർ പോലും കഴിഞ്ഞ ഒരാഴ്ചത്തോളമായി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ മകനെതിരായിട്ടുള്ള ഒരു മൊഴിയോ പരാതിയോ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഹരികുമാറിന്റെ ബന്ധു, അതായത് മരുമകനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹമാണ് പോലീസിൽ പരാതി നൽകിയത്. അതായത് മകനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടാറുണ്ട്, തർക്കമുണ്ടാകാറുണ്ട് വീട്ടിൽ. മകൻ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ അച്ഛനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവിക മരണമാണെന്ന് കരുതുന്നില്ല. ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധു നൽകിയ പരാതിയാണ് ഈ കേസിലെ തുമ്പായി മാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ്
ഈ മരണം നടന്നതിന് ശേഷം അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിലാണ് ചില സൂചനകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. 24 വയസ്സാണ് ആദിത്യ കൃഷ്ണയുടെ പ്രായം. അദ്ദേഹം ലഹരിക്ക് അടിമ ആണെന്നുള്ള തരത്തിൽ ബന്ധുക്കൾ തന്നെ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി ആദിത്യ കൃഷ്ണയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മർദ്ദനമേറ്റാണ് ഹരികുമാർ മരിച്ചതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൃത്യമായ പങ്ക് അല്ലെങ്കിൽ കൊലപാതകത്തിന് പിന്നിൽ ആദിത്യ കൃഷ്ണയാണെന്ന് പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മർദ്ദനമേറ്റ പാടുകൾ ശരീരത്തിലുണ്ട്. തലക്കേറ്റ ക്ഷതം അതാണ് മരണകാരണമായി സ്ഥിരീകരിക്കുകയും മരണകാരണമാകുകയും ചെയ്തതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദിത്യ കൃഷ്ണയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി, എന്തായാലും താമരശ്ശേരിയിലെ ഉമ്മയെ വെട്ടിക്കൊന്ന മകന്റെ കേസിന് ശേഷം, സുബൈദ കൊലക്കേസിന് ശേഷം വീണ്ടും കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു കൊലപാതക കഥ കൂടെ പുറത്തുവരികയാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നു. തിരുവനന്തപുരം കിളിമാനൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹരികുമാറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. മകൻ ആദിത്യ കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആദിത്യയുടെ മർദ്ദനമേറ്റാണ് ഹരികുമാർ മരിച്ചതെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങൾ നൽകിയത് അർജുൻ രാജ്.